ഇത് ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും ഇപ്പൊ തന്നെ അയ്യോ ഇത് എന്ത് വെബ് സീരീസ് ആയത് അജൂർഗീസിന്റെ ബിറ്റ് ഉണ്ടോന്ന് വിചാരിച്ചു. ഇല്ല. ഓക്കെ ഗൈസ്, നമ്മള് ഭയങ്കരമായിട്ട് വിഭജിച്ചു പോകുന്നു. വ്യതിചലിച്ചു പോയി. ഓ ബാത്റൂമിലിരിക്കുന്ന സീൻ വാവ്. അതായത് ഒരു വെബ് സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ന്യൂഡിറ്റി വന്നു. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അജു ചേട്ടന്റെ എന്താ പറയാ ഒരു ന്യൂഡ് സീൻ കാണും? എന്റെ പൊന്നു പേർലി അടങ്ങി. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേളി മാണിയുടെ കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അജു വർഗീസ് നീരജ് മാധവുമായിരുന്നു. ആ വീഡിയോയിൽ ഇവർ ഭയങ്കര രീതിയിൽ ഒരു ഡബിൾ മീനിങ് ആയിട്ട് കുറേ അധികം കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായിരുന്നു. ഇതിപ്പം ഭയങ്കരമായിട്ടൊരു ചർച്ചയ്ക്ക് വന്നേക്കുവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പേളി മാണിയുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഫാമിലികളും കൂടെ കാണുന്നത്, അതുപോലെ തന്നെ കുട്ടികളൊക്കെ കാണുന്നതാണ്. അവരൊക്കെ ഇതുപോലത്തെ ഉള്ള കാണുമ്പോഴത്തേക്കും അത് ഭയങ്കര ഇഷ്യൂസ് ഉള്ള കാര്യങ്ങളുണ്ട്. അത് മെയിനായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പേളി മാണിയെ കുറേയധികം ഫാമിലി ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അവരെ എല്ലാവരും കാണുന്നതാണ് ഈ ഒരു വീഡിയോ. അപ്പം കുട്ടികളൊക്കെ കാണുമ്പോഴത്തേന് ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം, മെയിനായിട്ടുള്ളൊരു കാര്യം. കുറേയധികം ഇപ്പം നിങ്ങൾ കണ്ട അവർ തുടങ്ങുന്ന രീതിയിൽ ആ വീഡിയോസ് പോലെ തന്നെ ആ ഒരു ഫുൾ പോഡ്കാസ്റ്റിൽ ഇതേ കണക്ക് കുറേയധികം സീനുകൾ, കുറേയധികം ക്ലിപ്പുകളുണ്ട് ഇതേ കണക്ക് സംസാരിക്കുന്ന ഒരു ഡബിൾ മീനിങ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ഒരിക്കലും ഇങ്ങനെ സംസാരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആലോചിച്ച് നോക്കും, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഫസ്റ്റൊക്കെ കണ്ട കണക്ക്, അല്ലെങ്കിൽ നമ്മളൊരു ഓപ്പോസിറ്റ് ഒരു ആങ്കർ, ഒരു ആങ്കറാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു രണ്ട് ഫീമെയിലായിട്ടുള്ള ഒരു ആക്ടേഴ്സാണ്. അവരുടെ അടുത്ത് ഇതേ കണക്ക് സംസാരിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ കേസും കാര്യങ്ങളൊക്കെ ആവും. കാരണം ന്യൂഡ് സീനൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങനത്തെയൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പേളി മാണിയുടെ ഒരു പോഡ്കാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരി എപ്പോഴും സംസാരിക്കുന്ന രീതിയൊക്കെ ഭയങ്കര നോർമലായിട്ട് ഭയങ്കര ഫണ്ണി ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് അങ്ങനെയൊന്നും സംസാരിക്കാനോ ഒന്നും തന്നെ ജോക്ക് പോലും ജോക്കായിട്ട് എടുക്കാത്ത സമയങ്ങളാണ്. അതായത് ഇപ്പം ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ. അപ്പോഴത്തേന് ഇതേ കണക്കിപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു രണ്ട് ഫീമെയിൽ ആക്ട്രസസാണ്. ഒരു ആങ്കറായിട്ടുള്ള വ്യക്തി ഒരു മെയിലാണ്, ഒരു ആണാണെങ്കിൽ ആ ഒരു രണ്ട് നായികമാരോടത്ത് ഇതേ രീതിയിൽ സംസാരിച്ചാൽ അത് വലിയൊരു ടോപ്പിക്കാവും, വലിയ രീതിയിൽ സംസാരമാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവും. അപ്പോഴത്തേന് നമ്മളൊരു സമൂഹത്ത് ഫുള്ള് ഈ ഒരു വീഡിയോസൊക്കെ കാണുന്ന, പ്രത്യേകിച്ച് ഒരു കുറേ ഫാമിലീസ് ഈ ഒരു പേളി മാണിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം സംസാരിക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് സംസാരിക്കുക. അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഒരു കുട്ടികളൊക്കെ ഈ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഇങ്ങനത്തുള്ള ഡബിൾ മീനിങ് ഒക്കെ സംസാരിക്കുന്നത് ചിലപ്പോൾ അത് ഭയങ്കര ഒരു അവരുടെ തന്നെ ചിലപ്പോൾ അവർ ഇത് പബ്ലിക്കായിട്ട് ചിലപ്പം ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കും. ചിലപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ഗേളോ അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ സംസാരിക്കുക. അവർ വിചാരിക്കും ഇത് നോർമൽ കാര്യമാണെന്ന്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഇങ്ങനത്തെ മീഡിയയിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതെപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. സോ അത് കുറച്ചും കൂടെ പേളി മാണി പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം അത് ഭാവിയിൽ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും. ഇതിപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെയും ഭാവിയിൽ ഇത് പ്രശ്നമാകാനുള്ള ചാൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. പക്ഷേ സംസാരിക്കുന്ന കുറച്ച് രീതികൾ ഇതേ കണക്കൊന്ന് ശ്രദ്ധിച്ച് സംസാരിക്കുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്.